ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. എല്ലാവരും ഓവർസിയർ ലെവൽ എക്സാമിനൊക്കെ പഠിക്കുന്ന തിരക്കിലാവും അല്ലേ? ഒരുപാട് എക്സാമുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയുള്ള ജനുവരി 7-നും ഒരു ഓവർസിയർ ലെവൽ എക്സാം വരാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് RCCയുടെ ഒരു ക്വിക്ക് റിവിഷൻ സെക്ഷനാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകുന്ന ഒരു സെഷനാണ്. കഴിഞ്ഞൊരു പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ബീമിൻ്റെ കാര്യങ്ങൾ, ബേസിക്സ് ഓഫ് RCCയിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ഒരു സെഷനിൽ കോളം അതുപോലെ തന്നെ സ്ലാബിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോഡൽ പ്രൊവിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ കോളത്തിൽ നിന്ന് തുടങ്ങാം. കോളത്തിൽ എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്നാണ് ആദ്യം അറിയേണ്ടത്. എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ? നമ്മൾ എഫക്റ്റീവ് ലെങ്ത്തിൻ്റെയും എൽ എഫക്റ്റീവ് ആണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. എൽ എഫക്റ്റീവിൻ്റെയും ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ്റെയും നമ്മളൊരു കോളം എടുക്കുകയാണെങ്കിൽ അതിന് ഏതാണോ ലീസ്റ്റ് ഡയമെൻഷൻ അതാണ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത്തിൻ്റെയും ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ്റെയും റേഷ്യോ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. സ്ലെൻഡർനെസ് റേഷ്യോനെ നമ്മൾ ലാംഡ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഈ ഒരു സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ 12 ആണെങ്കിൽ, സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ 12 ആണെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് കോളം എന്ന് പറയും. എന്താണ് നമ്മൾ വിളിക്കുക? ഷോർട്ട് കോളം എന്ന് പറയും. അതേപോലെ തന്നെ സ്ലെൻഡർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ നമ്മൾ ലോങ് കോളം എന്നാണ് വിളിക്കുക. ആദ്യം തന്നെ നമ്മൾ ആ ഒരു റേഞ്ച് അറിഞ്ഞു വെക്കണം. എപ്പോഴാണ് ഒരു കോളം ലോങ് കോളം ആവുക, എപ്പോഴാണ് ഒരു കോളം ഷോർട്ട് കോളം ആവുക. എപ്പോഴും ഷോർട്ട് കോളം ക്രഷിങ് വഴിയാണ് ഫെയിലിയർ ആവുക. അതേപോലെ നമ്മൾ ലോങ് കോളം എടുക്കുകയാണെങ്കിൽ ബക്ലിംഗ് വഴിയാണ് അതിന് ഫെയിലിയർ സംഭവിക്കുന്നത്. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ. ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഫോർ കോളത്തിന്റെ ഇക്വേഷൻ PU will be equal to 0.4 FCK AC plus 0.67 FY ASC. ഇതാണ് നമ്മുടെ ഫോർമുല. ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റിയുടെ ഫോർമുലയാണ് PU equal to 0.4 FCK AC plus 0.67 FY ASC. Then ഇതിൽ കൊടുത്തിട്ടുള്ള FCK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ദെൻ AC എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് കോൺക്രീറ്റ് ആണ്. ഏരിയ ഓഫ് കോൺക്രീറ്റ് ആണ് AC. ദെൻ FY എന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ദെൻ ASC എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് PU കിട്ടും. PU എന്ന് പറഞ്ഞാൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് കോളം ആണ്. ദെൻ ഈ ഒരു ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി നമ്മൾ എപ്പോഴും സർക്കുലാർ കോളം വരുന്ന സമയത്ത് 5% എക്സ്ട്രാ ഉണ്ടായിരിക്കും. 5% കൂടുതലായിരിക്കും. 5% മോർ ആയിരിക്കും നോർമൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റിനെക്കാളും. അതുകൊണ്ട് തന്നെ നമ്മൾ 5% എക്സ്ട്രാ എന്നുള്ള ഒരു അലവൻസും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് സർക്കുലാർ കോളം എന്ന് പറയുന്നത് 5% കൂടുതലാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. ഇനി നമുക്ക് കുറച്ച് കോഡൽ പ്രൊവിഷൻസ് ആണ് പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡൽ പ്രൊവിഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എത്രയാണ് മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നതാണ്. ഓക്കെ, മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 0.8% ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുന്നതിൻ്റെ 0.8% ആണ് എപ്പോഴും മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ആയിട്ട് എടുക്കേണ്ടത്. 0.8% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷൻ ആണ്. ടോട്ടൽ ക്രോസ് സെക്ഷൻ ആണ്. ദെൻ മാക്സിമം നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? അതാണ് അടുത്ത പ്രൊവിഷൻ. മാക്സിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 2 ആയിട്ടാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ബാറ് ലാപ്ഡ് ആണെങ്കിൽ ഒരു പെർസെൻറ്റേജും ബാറ് ലാപ്ഡ് അല്ലെങ്കിൽ വേറൊരു പെർസെൻറ്റേജുമാണ്. വെൻ ബാസ് ആർ ലാപ്ഡ്, ബാസ് ലാപ്ഡ് ആണെങ്കിൽ അത് 4%. ദെൻ രണ്ടാമതൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. ബാസ് ആർ നോട്ട് ലാപ്ഡ്.
ബാസ് ലാപ്ഡ് അല്ലെങ്കിൽ അത് 6%. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീല് വേരി ചെയ്യുന്നത് 0.8-നും 6%-നും ഇടയിലാണ്. 0.8-നും 6%-നും ഇടയിലാണ്. മിനിമം 0.8%-ഉം മാക്സിമം എന്ന് പറയുന്നത് ബാസ് ലാപ്ഡ് ആണെങ്കിൽ 4% ആൻഡ് ബാസ് ലാപ്ഡ് അല്ലെങ്കിൽ 6% ആണ്. ദെൻ നമ്മൾ മിനിമം നമ്പർ ഓഫ് ബാസ് എത്രയാണെന്ന് ഓർത്ത് വെക്കണം. മിനിമം നമ്പർ ഓഫ് ബാസ് ഫോർ റെക്ടാങ്കുലാർ അല്ലെങ്കിൽ സ്ക്വയർ കോളം ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കോളം എങ്ങനെയാണ് ഉണ്ടാവുക? ഈ ഒരു രീതിയിലല്ലേ കോളം ഉണ്ടാവുക, സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലാർ ഷേപ്പ്. അപ്പൊ നമ്മൾ മിനിമം 4 കോർണറിലും ഓരോ കോളമെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ, ഓരോ റീൻഫോഴ്സ്മെന്റ് എങ്കിലും നമ്മൾ കൊടുക്കണ്ടേ. അതുകൊണ്ട് തന്നെ റെക്ടാങ്കുലാർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് വരുമ്പോൾ മിനിമം നമ്മൾ 4 ബാറുകളാണ് കൊടുക്കേണ്ടത്. 4 ബാർസ് ആണ് കൊടുക്കേണ്ടത്. ദെൻ ഇനി ഇതിന് പകരം സർക്കുലാർ കോളം ആണെങ്കിൽ എത്ര വേണ്ടി വരും? സർക്കുലാർ ആണെങ്കിൽ 6 ബാറുകളാണ് നമ്മൾ മിനിമം കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? ദെൻ ഇനി നമ്മൾ മെയിൻ ബാറിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിന് ചുറ്റുമായിട്ട് ലാറ്ററൽ ആയിട്ടുള്ള റീൻഫോഴ്സ്മെന്റ് കൊടുക്കാറുണ്ട്. അതിനെ നമ്മൾ ലാറ്ററൽ ടൈസ് എന്നാണ് പറയുക. ഈ ഒരു ലാറ്ററൽ ടൈസ് നമ്മുടെ മെയിൻ റീൻഫോഴ്സ്മെന്റിന്റെ ബക്ലിംഗ് ഒക്കെ തടുക്കും. ഈ ഒരു ലാറ്ററൽ ടൈസുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ് ഇനി നോക്കാൻ നമ്മൾ പോകുന്നത്. ലാറ്ററൽ ടൈസിന്റെ മിനിമം ഡയമീറ്റർ, ലാറ്ററൽ ടൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ലാറ്ററൽ ടൈസിന്റെ മിനിമം ഡയമീറ്റർ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ ഡിവൈഡഡ് ബൈ 4 അല്ലെങ്കിൽ 6 mm. ഇതിലേതാണോ മാക്സിമം വരുന്ന വാല്യൂ അതാണ് ലാറ്ററൽ ടൈസിന്റെ മിനിമം ഡയമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. മെയിൻ ബാറിന്റെ ഡയമീറ്റർ ഒരു 20 mm ഉള്ള മെയിൻ ബാർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 20/4 ആയിരിക്കും. സോ ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കുക. ദെൻ മിനിമം ഡയമീറ്ററിന് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, 6 mm കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ഇനി പറയാനുള്ളത് സ്പേസിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പേസിംഗ് ആണ്. സ്പേസിംഗ് ഓഫ് ലാറ്ററൽ ടൈസ് ആണ്. അതിന് 4 കണ്ടീഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, രണ്ടാമത് 16 ടൈംസ് ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ, ദെൻ 48 ടൈംസ് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ്, 48 ടൈംസ് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ആൻഡ് 300 mm. ഏതൊക്കെ കണ്ടീഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, 16 ടൈംസ് ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ, അതേപോലെ തന്നെ 48 ടൈംസ് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ആൻഡ് 300 mm. ഇത്രയും കണ്ടീഷൻസിലെ മിനിമം വാല്യൂ ആണ് നമ്മൾ സ്പേസിംഗ് ആയിട്ട് കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? ദെൻ ചില സമയത്ത് എക്സാമിനൊക്കെ പ്രോബ്ലത്തില് ഡയമീറ്ററും തന്നിട്ടുണ്ടാവും, സ്പേസിങ്ങും തന്നിട്ടുണ്ടാവും. എന്നിട്ട് അത് തമ്മിൽ ചെറിയ പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളൊരു റിലേഷൻ ഓർത്ത് വെക്കണം. d1² ഡിവൈഡഡ് ബൈ s1 ഈക്വൽ ടു d2² ഡിവൈഡഡ് ബൈ s2. ഓക്കെ, നമ്മൾ ഡയമീറ്റർ മാറുമ്പോൾ സ്പേസിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ് ഈ ഒരു ഫോർമുല. d1² ബൈ s1 ഈക്വൽ ടു d2² ബൈ s2. d1 ഡയമീറ്റർ ഉള്ളപ്പോഴുള്ള സ്പേസിംഗ് ആണ് s1. d2 ഡയമീറ്റർ ഉള്ള ബാർ എടുക്കുമ്പോൾ അതിന്റെ സ്പേസിംഗ് എത്രയാകുമെന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. d1² ബൈ s1 ഈക്വൽ ടു d2² ബൈ s2. ദെൻ ഇത് പൊതുവെ ഓവർസിയർ ലെവലിന് ചോദിക്കാറില്ല, എ ലെവലിനൊക്കെയാണ് ചോദിക്കാറുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് എക്സെൻട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എക്സെൻട്രിസിറ്റി മിനിമത്തിന്റെ ഇക്വേഷൻ എന്താണ് എക്സെൻട്രിസിറ്റി മാക്സിമം? 2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എക്സെൻട്രിസിറ്റിയുടെ കാര്യത്തിൽ എക്സെൻട്രിസിറ്റി മിനിമം എന്ന് പറഞ്ഞാൽ L0/500, അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ് L0/500 പ്ലസ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ 30 എന്നുള്ളതാണ് ഫോർമുല. ദെൻ നമ്മൾ ഒരു കണ്ടീഷനും കൂടെ നോക്കണം, 20 mm. ഇതിലെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ ഈ മിനിമം ആയിട്ട് എടുക്കേണ്ടത്. ദെൻ നമുക്ക് എക്സെൻട്രിസിറ്റി മാക്സിമം എന്ന് പറഞ്ഞാൽ 5% ഓഫ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ?
അപ്പൊ ഇത്രയുമാണ് നമ്മളെ കോളത്തിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കുറച്ച് പോയിന്റ്സ്. ഇനി നമുക്ക് സ്ലാബിലേക്ക് വരാം. സ്ലാബ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ആദ്യം ഓർത്ത് വെക്കേണ്ടത് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ സ്ലാബുകൾ ഉണ്ട്. വൺ വേ സ്ലാബും ഉണ്ട്, അതേപോലെ തന്നെ ടു വേ സ്ലാബും ഉണ്ട്. രണ്ട് ടൈപ്പ് സ്ലാബുകളാണുള്ളത്. വൺ വേ സ്ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ LY/LX റേഷ്യോ, LY എന്ന് പറഞ്ഞാൽ രണ്ട് ഡയമെൻഷൻ ആണ്. നമ്മുടെ ചെറിയ ഡയമെൻഷൻ, സ്ലാബിന്റെ ചെറിയ ഡയമെൻഷൻ LXും വലിയ ഡയമെൻഷൻ LYയുമാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ LX ആൻഡ് LY, ഷോർട്ടർ ഡയറക്ഷന്റെ ലെങ്ത്തും ലോങ്ങർ ഡയറക്ഷനിലുള്ള ലെങ്ത്തുമാണ് LYയും LXും. ഒരു സ്ലാബ് എപ്പോഴും വൺ വേ സ്ലാബ് ആവുക LY/LX റേഷ്യോ >2 ആവുമ്പോൾ അത് വൺ വേ സ്ലാബ് ആണ്. ടു വേ സ്ലാബ് ആകണമെങ്കിൽ LY/LX റേഷ്യോ ഷുഡ് ബി <2 ആയിരിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ലോങ്ങർ സ്പാൻ ഡിവൈഡഡ് ബൈ ഷോർട്ടർ സ്പാനിന്റെ റേഷ്യോ ആണ് എടുക്കുന്നത്. ആരതൊക്കെയാണ് എടുക്കുന്നത്? ലോങ്ങർ സ്പാനിന്റെയും ഷോർട്ടർ സ്പാനിന്റെയും റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ >2 ആണെങ്കിൽ വൺ വേ സ്ലാബ് ആണ്, <2 ആണെങ്കിൽ ടു വേ സ്ലാബ് ആണ്. അത് ഓർത്ത് വെക്കണം. നമ്മൾ വൺ വേ സ്ലാബ് എടുക്കുന്ന സമയത്ത് അതിന് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. അതായത് ഒറ്റ ഡയറക്ഷനിലാണ് സപ്പോർട്ട്, രണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട്. ഓക്കെ, ഇപ്പൊ വൺ വേ സ്ലാബ് ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് സപ്പോർട്ട് ഉണ്ടാവുക. ഒറ്റ ഡയറക്ഷനിൽ സപ്പോർട്ട്, രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളിൽ. 4 സൈഡിലും സപ്പോർട്ട് ഉണ്ടാവും ടു വേ സ്ലാബിന്. 4 സൈഡിലും ടു വേ സ്ലാബിന് സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഇതിൽ ഓർത്ത് വെക്കേണ്ടത് വൺ വേ സ്ലാബില് നമ്മള് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എവിടെ കൊടുക്കും എന്ന് ഓർക്കണം. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, അത് നമ്മൾ ഷോർട്ടർ സ്പാനിലാണ് കൊടുക്കുക. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഷോർട്ടർ സ്പാനിലും, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ബാസ് ആണ് ലോങ്ങർ സ്പാനിൽ കൊടുക്കുക. ഡിസ്ട്രിബ്യൂഷൻ ബാസ് ആണ് ലോങ്ങർ സ്പാനിൽ കൊടുക്കുക. എന്നാൽ ടു വേ സ്ലാബിന് രണ്ട് ഡയറക്ഷനിലും ബെൻഡിങ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ലോങ്ങർ സ്പാൻ ആയാലും ഷോർട്ടർ സ്പാൻ ആയാലും രണ്ടിടത്തും നമ്മൾ മെയിൻ ബാറുകളെയാണ് കൊടുക്കാറുള്ളത്. രണ്ടിടത്തും നമ്മൾ മെയിൻ ബാറിനെ കൊടുക്കും. രണ്ടിടത്തും നമ്മൾ മെയിൻ ബാറിനെയാണ് കൊടുക്കാറുള്ളത്. നമ്മൾ സ്ലാബിലേക്കുള്ള കുറച്ച് IS കോഡൽ പ്രൊവിഷൻസ് ആണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. IS കോഡൽ പ്രൊവിഷൻസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, എന്താണ് മിനിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്? എത്രയാണ് മിനിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടത്? മിനിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് മൈൽഡ് സ്റ്റീൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു വാല്യൂവും, മൈൽഡ് സ്റ്റീലിന് ഒരു വാല്യൂവും, അതേപോലെ തന്നെ HYSD ബാറിന് വേറൊരു വാല്യൂവുമാണ്. മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ മിനിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ക്രോസ് സെക്ഷന്റെ 0.15% ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്രോസ് സെക്ഷന്റെ 0.15% ആണ് നമ്മൾ കൊടുക്കേണ്ടത്. മൈൽഡ് സ്റ്റീലിന് 0.15% ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. HYSD ആവുമ്പോൾ നമ്മൾ 0.12% ഓഫ് ക്രോസ് സെക്ഷൻ ആണ് കൊടുക്കുക. 0.12% ഓഫ് ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. എത്രയാണ് ഒരു സ്ലാബിലെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറിന്റെ മാക്സിമം ഡയമീറ്റർ? അതാണ് അടുത്തത് പഠിക്കാനുള്ളത്. മാക്സിമം ഡയമീറ്റർ ഓഫ് ബാർസ് will be equal to നമ്മുടെ സ്ലാബിന്റെ തിക്നെസ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 8 ആണ് നമ്മൾ എടുക്കേണ്ടത്. സ്ലാബ് തിക്നെസ് ഡിവൈഡഡ് ബൈ 8 ആണ്. സ്ലാബ് തിക്നെസ് ഡിവൈഡഡ് ബൈ 8 ആണ് നമ്മൾ മാക്സിമം ഡയമീറ്റർ ഓഫ് ബാർ അവിടെ എടുക്കേണ്ടത്. മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്പേസിംഗ് ആണ് അടുത്തൊരു കാര്യം പറയാനുള്ളത്. അടുത്തത് സ്പേസിംഗ് ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആണ്. സ്പേസിംഗ് ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതിന് നമ്മൾ രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. 3D ആണ് ഒന്നാമത്തെ കണ്ടീഷൻ, അല്ലെങ്കിൽ 300 mm. 3D ഓർ 300 mm ഇതിൽ ഏതാണോ മിനിമം അതാണ് നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്പേസിംഗ് ആയിട്ട് എടുക്കേണ്ടത്. 3D ഓർ 300 mm ആണ് മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്പേസിംഗ്. ഇതേപോലെ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ബാസ് ഉണ്ടായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ബാസിന്റെ മാക്സിമം സ്പേസിംഗ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബാർ ആണ് അടുത്തത് പറയാനുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ബാർ അത് 5D അല്ലെങ്കിൽ
450 mm ആണ്. 5D അല്ലെങ്കിൽ 450 mm ആണ്. ഇതിലെ മിനിമം ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. മെയിൻ ബാറിന്റെ സ്പേസിങ്, മെയിൻ റീൻഫോഴ്സ്മെന്റിന്റെ സ്പേസിങ് ചോദിച്ചാൽ 3D അല്ലെങ്കിൽ 300 mm, അതിനേക്കാളും കുറച്ചുകൂടെ സ്പേസിങ് കൂട്ടിയല്ലേ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാർ കൊടുക്കുക. അപ്പൊ അതിന്റെ കണ്ടീഷൻ 5D അല്ലെങ്കിൽ 450 mm എന്നുള്ളതാണ് എടുക്കേണ്ടത്. ദെൻ നമ്മൾ ഇനി ഡിഫ്ലക്ഷൻ കൺട്രോളിലേക്ക് വരികയാണ്. ഡിഫ്ലക്ഷൻ കൺട്രോളിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക L/D റേഷ്യോ ആണല്ലോ. അപ്പൊ ആ ഒരു L/D റേഷ്യോയുടെ വാല്യൂ വൺ വേ സ്ലാബിന് സെയിം തന്നെയാണ്. നമ്മൾ ബീമിൽ പറഞ്ഞ സെയിം വാല്യൂ തന്നെയാണ്. സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ 20, കാൻഡിലിവർ ആണെങ്കിൽ 7, അതേപോലെ കണ്ടിന്യൂസ് ആണെങ്കിൽ L/D റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 26 എന്നുള്ളത് സെയിം തന്നെയാണ് ഇവിടെയും വരിക. ഇനി ഡിഫ്ലക്ഷൻ കൺട്രോൾ ഓഫ് 2-വേ സ്ലാബിൽ ചെറിയ വ്യത്യാസമുണ്ട്. 2-വേ സ്ലാബിലാണ് ചെറിയ വ്യത്യാസമുള്ളത്. അപ്പൊ അതൊന്ന് നമുക്ക് മാറ്റി എഴുതാം. 1-വേ സ്ലാബിന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞതുണ്ടല്ലോ, അത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. 2-വേ സ്ലാബിന്റെ ഡിഫ്ലക്ഷൻ കൺട്രോൾ ആണ് പറയുന്നത്. ഡിഫ്ലക്ഷൻ കൺട്രോൾ ആണ് പറയുന്നത്. 2-വേ സ്ലാബിന്റെ ഡിഫ്ലക്ഷൻ കൺട്രോൾ ആണ്. അത് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷനും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതിനുമാണ് പറയുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് കണ്ടിന്യൂസിനാണ് പറയുന്നത്. ദെൻ മൈൽഡ് സ്റ്റീൽ ആണെങ്കിലും HYSD ബാർസ് ആണെങ്കിലും വേറെ വേറെ വാല്യൂസ് വരും. മൈൽഡ് സ്റ്റീൽ ആണെങ്കിലും HYSD ബാർ ആണെങ്കിലും വേറെ വേറെയാണ് വരിക. ഇതിൽ സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോനെയാണ് നമ്മൾ L/D റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35 ആണ്. ദെൻ HYSD ആകുന്ന സമയത്ത് സ്പാൻ ബൈ ഡി അല്ലെങ്കിൽ L/D റേഷ്യോ എന്ന് തന്നെ എഴുതിക്കോളുക. L/D റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ഒരു വാല്യൂനെ 0.8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു വാല്യൂനെ 0.8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? 0.8, അതായത് 80% ഓഫ് ദാറ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് 0.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇൻറ്റു 35 എന്ന് വരും. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 28 എന്ന് വരും. ദെൻ കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണെങ്കിൽ L/D റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 ആണ്. ദെൻ HYSD ആവുമ്പം L/D റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.8 ഇൻറ്റു 40 എന്ന് വരും. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 32 ആയിരിക്കും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ബീംസ് ആൻഡ് സ്ലാബിൽ നിന്ന് ബീംസ് നമ്മൾ ഫസ്റ്റ് സെഷനിലാണ് പറഞ്ഞത്. കോളവും സ്ലാബിൽ നിന്നും ഇത്രയെങ്കിലും കോഡൽ പ്രൊവിഷൻസ് നിങ്ങൾ മിനിമം ഓർത്ത് വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കോഡൽ പ്രൊവിഷൻ എന്നൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷനിലേക്ക് വരികയാണെങ്കിൽ ഫൗണ്ടേഷനിൽ നിന്ന് ആകെ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ളത്. അപ്പം എവിടെയാണ് ക്രിട്ടിക്കൽ സെഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ്, അതേപോലെ 1-വേ ഷിയറിന്റെ ക്രിട്ടിക്കൽ സെഷൻ എവിടെയാണ്, അതേപോലെ 2-വേ ഷിയറിന്റെ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയറിന്റെ ക്രിട്ടിക്കൽ സെഷൻസ് എവിടെയാണെന്ന് ഓർത്ത് വെക്കണം. അത് മാത്രം ഒന്ന് നമുക്ക് എഴുതാം. ഫൗണ്ടേഷനിൽ നിന്നുള്ള കാര്യമാണ്. ഫൗണ്ടേഷനിൽ നിന്നുള്ള 1-2 കാര്യങ്ങളാണ്. ഫൗണ്ടേഷന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ആണ് പറയാൻ പോകുന്നത്. ക്രിട്ടിക്കൽ സെക്ഷൻസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ക്രിട്ടിക്കൽ സെക്ഷൻ ഡ്യൂ ടു ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫേസ് ഓഫ് കോളത്തിലാണ് ക്രിട്ടിക്കൽ സെക്ഷൻ. ദെൻ 1-വേ ഷിയർ ആണെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷൻ വിൽ ബി അറ്റ് D ഡിസ്റ്റൻസ് ഫ്രം ഫേസ് ഓഫ് കോളം. D ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ടാവുക. അറ്റ് എ ഡിസ്റ്റൻസ് D ഫ്രം ഫേസ് ഓഫ് കോളം. ദെൻ 2-വേ ഷിയറിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ആണ്. 2-വേ എന്ന് പറയുമ്പം നിങ്ങൾ ഓർക്കുക, ഒരു 2 അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. 2-വേ ഷിയർ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയറിൻ്റെതാണ് പറയാൻ വേണ്ടി പോകുന്നത്. 2-വേ ഷിയർ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയറിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് D/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. 2-വേ എന്ന് പറയുമ്പം D/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്ന് ഓർത്ത് വെക്കുക. ഫേസ് ഓഫ് കോളത്തിൽ നിന്ന് D/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ഓവർസിയർ ലെവൽ എക്സാമിന് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് കോഡൽ പ്രൊവിഷൻസ് ഒക്കെ റിവൈസ് ചെയ്യുക. കോഡൽ പ്രൊവിഷൻസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കോഡൽ പ്രൊവിഷൻസും നന്നായിട്ട് റിവൈസ് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ട് കുറേ കോഡൽ പ്രൊവിഷൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റത്തെ പാർട്ട് 1ഉം അതേപോലെ പാർട്ട് 2ഉം വീഡിയോ കണ്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക. സോ നമ്മുടെ പുതിയ ഓഫ്ലൈൻ ബാച്ച് ഒക്കെ കാലിക്കറ്റ് ഈ മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
സോ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. December 5th പുതിയ ഓഫ്ലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓഫ്ലൈനിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ഗവൺമെന്റ് ജോലി എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടന്നു കയറാം. ഓക്കെ, വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു ഓൾ.